അതായത് നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് റിവോക്ക് ചെയ്യും. അതായത് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വല്ലതും ഇസ്ലാമിക ടെററിസം, അതായത് മത തീവ്രത, ഇങ്ങനെയുള്ള സംഭവത്തെ പറ്റി നിങ്ങൾ വാട്സപ്പ് ആണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും വീഡിയോയുടെ താഴെ കമൻറ്റ് പറഞ്ഞാൽ പോലും, അതായത് അതും നിയമത്തിൻ്റെ പരിധിയിൽ വരും. കാരണം നിങ്ങൾ ആ നിയമം വായിച്ച് നോക്കണം. അപ്പം അതിനകത്ത് ഇൻസ്റ്റിറ്റ്യൂഷനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അതിനെതിരായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമത് ആ രാജ്യത്തിൻ്റെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം പ്ലൂറലിസ്റ്റിക് കൾച്ചറാണ്, അതിൻ്റെ അകത്ത് ക്രിസ്ത്യൻസ് കാണും, ഹിന്ദുസ് കാണും, മറ്റുള്ള പല ആൾക്കാരും കാണും. അതവരെ കാഫിർ എന്ന് പറഞ്ഞ ഇസ്ലാമിലുള്ള ആ സാധനം നിങ്ങളെടുത്ത് ഉപയോഗിക്കാൻ പാടില്ല. അതായത് മനസ്സിലാക്കുക, വീണ്ടും ഇത് അറിഞ്ഞിരിക്കേണ്ട സംഭവമാണ്. നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിലോ വാട്സപ്പിലോ സ്റ്റാറ്റസിലോ ഒക്കെ പോയിട്ട് അതിൻ്റെ താഴെ ഒരു കമൻ്റ് ഇട്ടാൽ പോലും നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് റിവോക്ക് ചെയ്യും. കാരണം ആ നിയമം കൂടുതൽ കർക്കശമാക്കാനാണ് ഈ 18ഓളം രാജ്യങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുക. അപ്പോൾ ഇത് ഫർദർ, അപ്പോൾ ആ ലോ എന്ന് പറയുന്നത് ഫർദർ കൂടുതലായിട്ട് സ്ട്രെങ്തൻ ചെയ്യും. അതായത് നിങ്ങളിപ്പം 10, 20, 25 വർഷം കൊണ്ട് അവിടെ താമസിക്കുന്നവരാണ് വിചാരിക്കുക, ആ സിറ്റിസൺഷിപ്പ് പോലും അവിടുത്തെ ഗവൺമെൻറ്റിന് റിവോക്ക് ചെയ്യാം.